ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവുന്ന കിച്ചൺ ടിപ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇത്തരം ടിപ്സുകളൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ അടുക്കള ഭാരം ഒരു പരിധിവരെ കുറക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ഒന്ന് ഓർഗനൈസ് ചെയ്യാനും വേണ്ടി പറ്റും. അപ്പോൾ ഒട്ടും സമയങ്ങളായത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിത് അവിടെ മുട്ട ട്രേ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റിലേക്ക് പോയിട്ട് വരുമ്പോൾ കുറച്ചധികം തന്നെ മുട്ട വാങ്ങാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ മുട്ടയൊക്കെ ഒത്തിരി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയാണല്ലേ സൂക്ഷിക്കാറ്. അപ്പോൾ ഞാനും അങ്ങനെ ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കാറ്. അപ്പോൾ എൻ്റെ ഇച്ചിരി പഴയ ഫ്രിഡ്ജ് ആയത് കാരണം തന്നെ മുട്ട ട്രേ ഒക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മുട്ട സൂക്ഷിക്കാറുള്ളതെന്നാണ് കാണിക്കുന്നത്. മുട്ട ട്രേ ഒക്കെ മിസ്സായത് കാരണം തന്നെ ഞാൻ ഇതുപോലെ ആദ്യത്തെ ഒരു ട്രേയിലോട്ട് മുട്ട ഇങ്ങനെ അടുക്കി വെക്കാറാണ് കേട്ടോ പതിവ്. ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ മുകളിലുള്ള ഈ ഒരു ട്രേയിൽ നമ്മൾ മുട്ടയൊക്കെ അടുക്കി വെക്കുന്ന ടൈമിൽ അത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഫ്രിഡ്ജൊക്കെ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഷെയ്ക്കായിട്ട് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പൊട്ടാന്ന് മാത്രമല്ല, ക്രാക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഫ്രിഡ്ജൊക്കെ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഷെയ്ക്കായിട്ട് മുട്ടകൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് അത് ക്രാക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നീട് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന ടൈമിലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ലാണ്ടാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ വെറുതെ കളയുന്ന ഒരു മുട്ട ട്രേ മാത്രം മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു മുട്ട ട്രേ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യത്തെ 2 വരി മാത്രം വരുന്ന രീതിയിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലുള്ള നൈഫ് വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു മുട്ട ട്രേയുടെ 2 ഭാഗത്തും ഇതുപോലെ എക്സ്ട്രാ വരുന്ന പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 മുട്ട കൊള്ളുന്ന രീതിയിലുള്ള ചെറിയൊരു ഭാഗം കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലത്തെ ട്രേയിലായിട്ട് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതുപോലെ മുട്ടകൾ അടുക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതാ മുട്ടയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ നല്ല നീറ്റായിട്ട് തന്നെ അടുക്കി വെക്കാൻ വേണ്ടി പറ്റും. മുട്ട പൊട്ടിപ്പോവോ ക്രാക്ക് വീഴോ എന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ എന്നെപ്പോലെ ഫ്രിഡ്ജിന് മുട്ട ട്രേ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മളിൽ പലരും നല്ല കട്ട തൈരൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി ഇഷ്ടമുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മൾ തൈരൊക്കെ കടയിൽ നിന്ന് വാങ്ങാറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ കട്ട തൈരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് പാലില്ലാതെ പാൽപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കട്ട തൈരാണ് കേട്ടോ. ഇപ്പം ഞാനിത് ഇവിടെ 5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാൽപ്പൊടി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് അലിയിപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ എന്താ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ വെള്ളം ലൈറ്റായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്ക് ഇതിലോട്ട് പാൽപ്പൊടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ പാൽപ്പൊടിയൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. പാൽപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് കട്ടയിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇപ്പം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ നമ്മളെടുത്ത ചൂടുവെള്ളത്തിൻ്റെ പകുതി എടുത്തിട്ടാണ് ഈ പാൽപ്പൊടി ഒന്ന് മിക്സ് ആക്കി എടുത്തത്. ഇനി ബാക്കി പകുതിയിലോട്ട് ഞാൻ ആ പാൽപ്പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് സാധാരണ പാല് തിളപ്പിച്ചെടുക്കുന്ന പോലെ തന്നെ തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പം ഇത് നമ്മുടെ പാലൊക്കെ ലൈറ്റായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട്.
നിങ്ങൾക്ക് ഉറയൊഴിക്കാനായിട്ട് തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഉറയൊഴിക്കാന്നാണ് കേട്ടോ പറയാം. അപ്പോൾ അതുപോലെ തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തണ്ടോട് കൂടിയ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ നമ്മൾ തൈര് ഉണ്ടാക്കുന്ന ടൈമിൽ ചെറിയ ചൂടോട് കൂടി വേണം പാലിരിക്കാനായിട്ട്, ഓവറായിട്ട് തണുക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഓവർനൈറ്റോ അല്ലെങ്കിൽ 6-7 മണിക്കൂർ ഇതുപോലെ വെച്ചിരുന്നാൽ മതി. ഇപ്പം ഞാനിത് ഇതിലോട്ട് ഉറയൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാനിത് 1/4 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു തൈര് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് മിക്സ് ആയെന്ന് വരില്ല. അതിനായിട്ട് ഞാൻ ഇത് കുറച്ചൊരു കപ്പിലോട്ട് മാറ്റിയാണ്. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ തൈര് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ഇപ്പം ഇതൊരു 7-8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കാലത്തെയാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കട്ട തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല കട്ട തൈരാണ്. എനിക്കിവിടെ പാക്കറ്റ് പാലാണ് കേട്ടോ കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ അതിലും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ ഒരു പാൽപ്പൊടിയിൽ ചെയ്യുന്ന തൈരിലാണ്. അപ്പോൾ എന്നെപ്പോലെ പാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പാൽപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിത് ഇവിടെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ചെറുനാരങ്ങ വില കുറവുള്ള ടൈമിലൊക്കെ നമ്മൾ ഒത്തിരി വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ സൂക്ഷിക്കാറുണ്ടല്ലേ. അപ്പം അങ്ങനെ വില കുറവിലൊക്കെ കിട്ടുന്ന ടൈമിൽ ചെറുനാരങ്ങ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് പേപ്പറാണ്. സാധാ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു ന്യൂസ് പേപ്പർ ആയാലും മതി. ഇനി ഞാൻ ഈ പേപ്പർ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പേപ്പറിലോട്ട് ഈ ചെറുനാരങ്ങ ഇതുപോലെ ചുരുട്ടി കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ചെറുനാരങ്ങയും ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ പേപ്പറിൽ ചുറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ചെറുനാരങ്ങയൊക്കെ വിലക്കുറവിലൊക്കെ കിട്ടുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ സൂക്ഷിച്ചു വെച്ചോളൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഇതുപോലുള്ള വാഴയിലൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അവർക്കുള്ളൊരു ടിപ്പാണ്, നമ്മൾ ഇതുപോലെ നാട്ടിലേക്ക് വരുന്ന ടൈമിൽ വാഴയില കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീനാക്കി എടുത്താൽ മതി. ഇതുപോലെ വാഴയിലയുടെ അകവും പുറവും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ന്യൂസ് പേപ്പറാണ് കേട്ടോ. ഇതുപോലെ ന്യൂസ് പേപ്പർ വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വാഴയില വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് പിന്നെയും ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കുക. അങ്ങനെ ഇടവിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം റോൾ ചെയ്തെടുക്കാനായിട്ട്. നമുക്കറിയാം വാഴയിലയാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ റോൾ ചെയ്തെടുക്കുന്ന ടൈമിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം റോൾ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഈ ഒരു വാഴയിലൊന്നും കാണാത്ത രീതിയിൽ വേറൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം ടേപ്പോ റബ്ബർ ബാൻഡോ ഉപയോഗിച്ച് സെക്യൂർ ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നീട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇതൊരു 3 ആഴ്ച വരെ കേടുകൂടാതിരിക്കും കേട്ടോ. ആ ഒരു വാഴയില ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. Till then, take care. Bye bye.